എന്നോടുള്ള സ്നേഹം എന്നും എനിക്ക് ഭ്രാന്താണെന്ന് നിനക്കറിയാലോ. നിന്റെ മനസ്സിൽ 1 മില്ലിമീറ്റർ സ്ഥലമെങ്കിലും നീ അവക്ക് കൊടുത്തു എന്ന് എനിക്ക് തോന്നിയാൽ വിഷം വെച്ച് കൊല്ലും ഞാനതിന്. കുട്ടിമണി എനിക്ക് എന്റെ കൂടെപ്പിറപ്പല്ലേ അമ്മേ. അവൾക്ക് വേണ്ടി എന്ത് ബുദ്ധിമുട്ട് സഹിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. മോള് കൊച്ചിച്ചിയുടെ കൂടെ പുറകെ ഇരുന്നാ മതി. കുട്ടിമണി ആദ്യമായിട്ടല്ലേ കാറി കയറുന്നത്. കലമോളുടെ ഒരു കരുതല് കണ്ടില്ലേ. നിന്റെ അച്ഛൻ എന്നെ കാണുമ്പോഴത്തെ കാര്യം ഓർക്കുമ്പോഴാ ഞാനും ആ നിമിഷത്തിന് വേണ്ടിയാ കാത്തിരിക്കുന്നത്. അന്നേരം അച്ഛന് മനസ്സിലാവും അച്ഛന്റെ മകൾ ആരാണെന്ന്. ഇതാണ് നമ്മുടെ ജീവിതം. ഇങ്ങനെ തന്നെ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകും. അതിനൊരു മറയായി 3 മണി ഇങ്ങനെ ജീവിതത്തിന്റെ ഓരത്തിരിക്കും. നിന്നെ നോക്കേണ്ട കാര്യം എന്റെ അച്ഛനില്ല. അങ്ങേര് കണ്ടുപിടിച്ച ആളെ അങ്ങേരുടെ മകള് കെട്ടി. ബയലോരം വീട്ടിലെ 3 മണിയെ മനസ്സജൻ കല്യാണം കഴിക്കുന്നതിന് മാണിക്യമംഗലത്തെ മഹാദേവൻ തമ്പിയുടെ ചീട്ട് വേണ്ടല്ലോ. ക്യാഷ് പേ ചെയ്. ഞാൻ ആ പെണ്ണിനെ കൂട്ടി വരാം. ഭയങ്കര ചൂടാ. പാവല്ലോ ഇല്ല തരായിരുന്നു. കൊച്ചേച്ചി ഒരു ചേച്ചി എനിക്ക് കാപ്പി തന്ന്. കൊച്ചേച്ചിക്ക് വേണം ഞാൻ പറയട്ടെ? വേണ്ട വേണ്ട, നമുക്ക് പോവാം. എനിക്ക് പാവാട ബ്ലൗസ് ഒന്നും വാങ്ങിച്ചില്ല. വാങ്ങിച്ചു. മഞ്ഞയാണോ? അതെ കൊച്ചേച്ചി. അതെ, കൊച്ചേച്ചി പറയുന്ന പോലെ അനുസരിച്ചാലേ ഇനി ഇതുപോലെ പുറത്ത് കൊണ്ടുവരാം. ഉടുപ്പും വാങ്ങിത്തരാം. നമുക്ക് പോവാം. ചേച്ചി ഇത് എന്റെ അമ്മയ്ക്ക്, ഇത് അപ്പച്ചി അമ്മയ്ക്ക്, ഇത് സീതയെടുത്തേക്ക്. നിറം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയണേ, നമുക്ക് മാറ്റി വാങ്ങിക്കാം. ഇത് ഏട്ടന്മാർക്കുള്ളതാ. അത് ശരി, ഭാര്യയ്ക്കും ഭർത്താവിനും കൂട്ടുവന്നാ എനിക്കൊന്നും ഇല്ലായിരിക്കും. അയ്യോ ഉണ്ടേ. ഇതാ എന്തിനാ മോനെ വെറുതെ ഇതൊക്കെ വാങ്ങിച്ച് കാശ് കളഞ്ഞത്? ഓണത്തിന് വാങ്ങിച്ചാ പോരായിരുന്ന? എന്റെ അപ്പച്ചി അമ്മയെ ഓണം ഇനി എത്ര നാൾ കഴിഞ്ഞിട്ടാ? എനിക്കിതൊക്കെ കൊടുക്കാൻ വേറെ ആരാ ഉള്ളത്? കുട്ടിമണി കുസൃതി ഒപ്പിച്ചില്ലല്ലോ അല്ലേ? ഏയ്, നല്ല മിടുക്കിയായി. പറ്റിയാൽ ആഴ്ചതോറും കുട്ടിമണിയെ ഇങ്ങനെ പുറത്തു കൊണ്ടുപോകണമെന്ന് ഞാൻ സിജനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പുറത്തു പോയി ലോകമൊക്കെ ഒന്ന് കാണുമ്പോ അറിയാതെ തന്നെ കുട്ടിമണി ആളങ്ങ് മാറും. നിങ്ങൾ നോക്കിക്കോ, കുട്ടിമണിയെ ഞാൻ മാറ്റിയെടുത്തിരിക്കും. അച്ചൂട്ടൻ ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും അല്ലേ മക്കളെ? ഇതേ എനിക്കൊന്ന് കുത്തി തന്നെ. ഇതേ ഇവിടെ ഇങ്ങനെ ഒന്ന് കുത്തി തന്നേ. എന്താ പറഞ്ഞേ? ഓ ഇതുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഒന്ന് കുത്തി തരൂ. ഇതൊന്ന് കുത്തിത്താ. സീതയെടുത്തോട് പറ, ചെല്ല്. ഈ മനസ്സിനൊന്നും അറിഞ്ഞൂടാ. ഹലോ, നീ എവിടാ? മുറിയില്ല. പെണ്ണുണ്ടോ അവിടെ? അടുക്കളയില്ല. എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നടാ. ഇന്ന് പകല് മുഴുവൻ നിന്റെ കൂടെ നിന്നിട്ട് ഈ മുറിയിലേക്ക് കയറുമ്പോൾ പൊള്ളുന്നത് പോലെ. പിന്നെ പെണ്ണുറങ്ങുന്നത് വരെ നീ പോയി ഉമ്മറത്തിരുന്നാ മതി. വർത്താനം പറയാനായി എന്റെ കെട്ടിയവനെ കൂടെ അവിടെ എങ്ങാനും പിടിച്ചിരുത്തിക്കും. ഞാൻ ഉറങ്ങിയിട്ടേ അയാൾ എന്റെ മുറിയിൽ വരാവും. അല്ലെങ്കിൽ ശ്വാസം മുട്ടി ഞാൻ ചാവും. രവിയേട്ടൻ വന്നു, ഞാൻ വിളിക്കാം. എന്താ
ശ്വാസം മുട്ടുന്ന കാര്യമൊക്കെ? അമ്മയായിരുന്നേ, അച്ഛൻ അവിടെ ഇല്ലല്ലോ, അതിന്റെ ഒരു വീർപ്പുമുട്ടല്. അമ്മ പറയുമായിരുന്നു ഇനി മുതല് ബിസിനസ് ടൂറിനൊക്കെ രവിയേട്ടനെ വിടാമെന്ന്. അതാ ഞാൻ പറഞ്ഞത്, ഒരു ദിവസമെങ്കിലും രവിയേട്ടൻ ഇവിടെ ഇല്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടുമെന്ന്. ആഹാ, എനിക്ക് അറിഞ്ഞുകൂടെ എന്റെ പൊന്നിന് എന്നോടുള്ള സ്നേഹം. രവിയേട്ടാ, ആ, ശല്യമായോ? ഏയ്, എന്താ സിജ? ചുമ്മാ വിളിച്ചതാ. ആ. ഉമ്മറത്തിന് എന്തായാലും കൊച്ചു വർത്താനം പറയാന്ന് കരുതി. അതിനെന്താ, വാ. ഓ, കുട്ടിമണി എന്ത് പറ്റി? കുട്ടിമണി എന്താ കാര്യം? നീ എന്തിനാ ബഹളം വെക്കുന്നത്? കുട്ടിമണി പറയുന്നൊക്കെ എന്തിനാ? എന്താ കാര്യം? എന്തിനാ പേടിക്കുന്നേ? പറയ് കുട്ടിമണി, കുട്ടിമണി എന്താ പ്രശ്നം? മോളെ, അയ്യോ, എന്താ പറ്റി? മോളെ, അയ്യോ, മോളെ, എന്താ മോളെ, എന്താ പറ്റിയേ? എന്താ മോളെ? എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത്? മോളെ, മോളെ, എന്താ എന്താ? ആര്? ആരാ മോളെ പിടിക്കാൻ വന്നേ? പറയ്. ഇത് മനസ്സിജനാ. അത് കുപ്പിയുള്ള അണ്ണാച്ചിയല്ല, മോളുടെ മനസ്സിജനാ. മോളെ. നോക്കി, മോൾ നോക്ക്, മനസ്സിജനാ. നോക്കി, പേടിക്കണ്ട മോളെ, പേടിക്കാതെ, മനസ്സിജനല്ലേ. ഞാൻ മുറിയിലോട്ട് ചെന്നതേ ഉള്ളൂ. കഥക് ലോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടിട്ടാവും ചാടി എന്നിട്ട് ഒറ്റ കരച്ചിൽ. എന്റെ പ്രാണനങ്ങ് പോയി. അവിടെ എന്താ ദുസ്വപ്നം കണ്ടതാ? മനസ്സിന് ബുദ്ധിമുട്ടായല്ലേ? ഏയ്, ഞാനൊന്ന് പേടിച്ചു പോയി, അത്രേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, കുട്ടിമണി ഇന്ന് അമ്മയുടെ അപ്പച്ചമ്മയുടെ ഒപ്പം കിടക്കട്ടെ. അത് വേണ്ട സീതേച്ചി, ഇന്ന് അങ്ങനെ ചെയ്താ നാളെ തൊട്ട് കുട്ടിമണി മുറിയിലേ കയറാതാവും. ഇന്ന് ഞാൻ കുട്ടിമണിയുടെ കൂടെ കിടക്കാം. സിജൻ ഇന്ന് രവിയേട്ടന്റെ കൂടെ കിടക്കട്ടെ. എന്താ രവിയേട്ടാ, അങ്ങനെ ചെയ്യാല്ലേ? ആയിക്കോട്ടെ. എന്താ സിജ? ഓ, വന്നേ, കൊച്ചിച്ച് ചോദിക്കട്ടെ. ഇന്ന് പകല് മുഴുവൻ നമ്മളല്ലായിരുന്നോ കൂട്ടുകാര്? വാ മോളെ, വാ. ചെല്ലേ. വാ. വാ സിജ. മക്കള് ചെന്ന് കിടക്ക്. ആ, ഇവിടെ കിടന്നു. രവിയേട്ടാ, ആ, ഞാൻ ചെന്നേ പുതപ്പെടുത്തിട്ട് വരാമേ. ആ. ലോക്ക് ചെയ്യാൻ പോയിരിക്കുന്നു. ലോക്ക് ചെയ്തിട്ട് എന്തിനാ?
മതി, സത്യമായിട്ട് ഞാൻ മിണ്ടരുത്. തൊട്ടോ നീ അവളെ? ഇല്ല ഇവളുടെ വിരൽ തുമ്പിലെങ്കിലും. ഇല്ല, സത്യം? സത്യമാ മതി. തൊടരുത്, കൊല്ലും ഞാൻ. പൊയ്ക്കോ. കുട്ടിമണി, കുട്ടിമണി, എന്നതാ കൊച്ചേച്ചി? മോള് കൊച്ചിച്ചിയോട് സത്യം പറയേ. മോൾ എന്തിനാ കരഞ്ഞത്? ആ കുപ്പികളെ അണ്ണാച്ചനെ പിടിക്കാൻ വന്നിട്ട്. മോളുടെ ദേഹത്ത് ആരെങ്കിലും പിടിച്ചോ? ഇല്ല. ഒന്ന് ഓർത്തു നോക്കിയേ. പിച്ചുവോ നുള്ളുവോ മോളുടെ പുതപ്പെടുക്കോ? ഇല്ല. പിന്നെ ഞാൻ നോക്കുമ്പോഴേ കുപ്പികളെ അണ്ണാച്ചി കഥ അടയ്ക്കുന്നു. അപ്പോഴാ ഞാൻ കാരണോണ്ടായിരുന്നിട്ട് ഓടി. ഉറപ്പാണോ? ഉറപ്പാ. ശരി, മോൾ ഉറങ്ങിക്കോ. കൊച്ചേച്ചി ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അച്ഛനെപ്പെത്തി? ഇന്നലെ രാത്രി. രാവിലെ തന്നെ ഇങ്ങോട്ട് പോരാമെന്ന് വെച്ചു. ഒരു വിശേഷം നടന്ന വീടല്ലേ. 3 മണിയുടെ കല്യാണത്തിനോ വരാൻ കഴിഞ്ഞില്ല. ആ ചെക്കനെ ഒന്ന് കാണണ്ടേ? എവിടെ? ദേ ഇവിടെ ഉണ്ട്. അച്ഛനോ? അച്ഛനെ കണ്ട ഒരാൾ ഞെട്ടണ കണ്ടോ? അച്ഛൻ തനിയെ വന്നോളോ? അമ്മ വന്നില്ലേ? ഓ, അവള് വന്നു. ഇപ്പൊ വന്നതേ ഉള്ളോ? ആ, ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ കഴിക്കാൻ എന്തിനെടുക്കട്ടെ? 3 മണിയുടെ ഭർത്താവിനെ വിളിച്ച് കാണട്ടെ. കാപ്പിയൊക്കെ അത് കഴിഞ്ഞു മതി. അച്ഛൻ വന്നപ്പോ തൊട്ടേ കുട്ടിമണിയുടെ ഭർത്താവിനെ കാണാൻ ധൃതിപ്പെടുക. കുട്ടിമണിയുടെ ഭർത്താവും അച്ഛനെ കാണാൻ ധൃതിയായിട്ടിരിക്കുക. അച്ഛനെ പറ്റി അത്രയ്ക്ക് വിശദമായിട്ട് അറിയാമേ. ആണോ? ഞാൻ വിളിച്ചോണ്ട് വരാം. അച്ഛൻ ഇവിടെ ഇരിക്കേ. എല്ലാം മതിയുടെ ഒരു കഴിവാച്ച. മതിയാണ് പയ്യനെ കണ്ടെത്തിയതും കല്യാണം നടത്തിയതും ഒക്കെ. അല്ലെങ്കിൽ അവൾ അങ്ങനെ രവി എന്തും കണ്ടറിഞ്ഞു ചെയ്യും. ആ, ദേ വന്നല്ലോ. ദേ, ഇതാ ഞങ്ങളുടെ കുട്ടിമണിയുടെ മനസ്സിജൻ, ഞങ്ങളുടെ എല്ലാം എല്ലാം. ഇത് മനസ്സിജൻ. ഞാനുൾപ്പെടെ എല്ലാരും സിജൻ എന്ന് വിളിക്കും. അച്ഛന്റെ നോട്ടം കണ്ടാ തോന്നുമല്ലോ മനസ്സിജനെ നേരത്തെ കണ്ടിട്ടുണ്ടെന്ന്. എന്താ അച്ഛാ, വല്ല പരിചയമുണ്ടോ? അവര് സംസാരിക്കട്ടെ. രവിയേട്ടേക്ക് വന്നേ. നിങ്ങൾ സംസാരിക്കും. നീ ഇവിടെ എത്തിയല്ലടാ. വരേണ്ടടുത്ത് വന്നല്ലേ പറ്റൂ. മനസ്സിലുള്ളതുപോലെ പറയുക മാത്രമല്ല, പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാ ഈ മനസ്സിജൻ. കൊന്നുകളഞ്ഞാലും മകളെ എനിക്ക് തരില്ലെന്ന് വാശി പിടിച്ച മാണിക്യമംഗലത്തെ മഹാദേവൻ തമ്പി മുതലാളി. മുതലാളി ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. വരാൻ. നിന്റെ ഉദ്ദേശം എന്താടാ? സിമ്പിൾ.
തമ്പി മുതലാളിയുടെ മോളുടെ രഹസ്യ ഭർത്താവായി ശിഷ്ടകാലം ഇവിടെ അങ്ങ് കഴിയുക. ഇല്ല, ഞാനത് സമ്മതിക്കത്തില്ല. എന്റെ മോളും നീയും ചേർന്ന് എന്നെ അങ്ങനെ തോൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലടാ. ഇപ്പൊ തന്നെ ഞാനിത് വിളിച്ചു പറയും. വയലോരം വീട്ടിലെ പാവങ്ങൾ അറിയണം എന്റെ തനിനിറം. താനേ ഒരു വാക്ക് പോലും മിണ്ടത്തില്ല. മിണ്ടിയ കെട്ടുതാലി ഊരി വെച്ച് ഈ പടിയിറങ്ങേണ്ടി വരുന്നത് തൻ്റെ മോളായിരിക്കും. അവളെയും കൊണ്ട് ഞാൻ അങ്ങ് പോവും. വയലോരം വീട്ടുകാർ തൻ്റെ മുഖത്ത് കാർക്കിച്ചിട്ടുണ്ട്. പറന്നു പോകുന്നവനെ എറിഞ്ഞു വീഴ്ത്തും. അതാ നമ്മുടെ ഒരു രീതി. ഭീഷണിപ്പെടുത്തിയാണല്ലേ? ഭീഷണിയൊന്നുമല്ല, നടക്കാൻ പോകുന്ന കാര്യം മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ. മുന്നും പിന്നും നോക്കാനല്ല എനിക്ക്. പോയാൽ എല്ലാരെയും കൊണ്ട് ഒന്നിച്ച് ഞാനങ്ങ് പോവും. അതുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ മിണ്ടാതങ്ങ് നിന്നാ മതി. കേട്ടോടോ തമ്പി മുതലാളി. എവിടെ അച്ഛൻ? മഹാനായ മഹാദേവൻ തമ്പി തേ മുറ്റത്ത് നിൽപ്പുണ്ട്. ചെന്ന് കാണാം. പാവം, നീ പറഞ്ഞതുപോലൊക്കെ ഞാൻ അങ്ങനോട് പറഞ്ഞു. ഈ പാപമൊക്കെ ഞാൻ എവിടെ കൊണ്ട് തീർക്കുമെന്തോ. അതെ, പിന്നെ പോകുമ്പോഴേ 2 വിശറിയും കൂടെ എടുത്തോ. അച്ഛനാകെ വീർത്ത് നിൽക്കുക. അച്ഛൻ എന്നെ വിളിച്ചായിരുന്നോ? നീ എന്നെ തോൽപ്പിക്കാണല്ലടി. ആര് തോൽക്കുന്നു എന്നത് എനിക്ക് പ്രശ്നമല്ല അച്ഛാ. എനിക്ക് ജയിക്കണം, അതാണ് എന്റെ പ്രശ്നം. സ്വന്തം തന്തയെ പിന്നിൽ നിന്ന് കുത്തിയിട്ട് വേണോടി നിനക്ക് ജയിക്കാൻ. ആ നിന്റെ ഒപ്പം നിർത്താൻ വേണ്ടി അല്ലടി നീ ആ പാവം പെങ്കുച്ചന്റെ കഴുത്തിൽ അവനെ കൊണ്ട് താലി കെട്ടിച്ചത്. അതെ, തോൽപ്പിക്കാൻ ശ്രമിക്കും തോറും വിജയിക്കണമെന്ന വാശി എനിക്ക് കൂടും അച്ഛാ. അത് പണ്ടേ അച്ഛൻ അറിഞ്ഞൂടെ? പണ്ടും അച്ഛൻ എന്നെ ഒരുപാടെടുത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, തോൽപ്പിച്ചിട്ടുമുണ്ട്. അച്ഛനിപ്പോ പറഞ്ഞ പോലെ ചിരിച്ചുകൊണ്ട് കണ്ണിൽ നോക്കി കീറി മുറിച്ചിട്ടുണ്ട് എന്റെ മനസ്സ്. പറയണോ ഞാൻ പഴയതൊക്കെ? ഇതുപോലൊരു മോളെ കിട്ടാൻ പുണ്യം ചെയ്യണം. മനസ്സിനെ പോലെ ഒരാളെ കിട്ടുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വലിയ ഭാഗ്യ അല്ലേ അച്ഛാ? അതെ. മോളെ കുട്ടിമണി, അതവിടെ വെക്കേ. മോക്ക് വലിയ പപ്പടം അമ്മ വേറെ തരാം. സാരമില്ല, അവളെടുത്തോട്ടെ. അവള് കൊച്ചല്ലേ. അല്ലെങ്കിലും കുട്ടിമണിക്ക് നല്ല ചേർച്ചയാ ഈ മനസ്സിന്. മോളുടെ ഇപ്പോഴത്തെ കുറുമ്പ് കുസൃതി ഒന്നും കണക്കാക്കണ്ടെന്നേ, അതൊക്കെ മാറിക്കൊള്ളു. കുട്ടിമണിയും കുട്ടി എവിടെയെങ്കിലൊക്കെ പോണം മനസ്സിന്. കണ്ടിട്ടില്ലാത്ത ലോകങ്ങളും കാഴ്ചകളും ഒക്കെ കാണുമ്പോ അവളുടെ ബുദ്ധിയുടെ കണ്ണ് താനേ തുറന്നോളൂ. അച്ഛാ, അച്ഛൻ കഴിക്കേ. ദേ ഇതൊക്കെ എടുത്ത് കഴിക്കേ. അയ്യോ അയ്യോ, അയ്യോ അച്ഛാ, സോറി അച്ഛാ. മോൾ അച്ഛന്റെ അന്നം മുടക്കി അല്ലേ? അറിഞ്ഞോ അറിയാതെയോ എന്തെല്ലാം തട്ടിമറിഞ്ഞ് തൂവുമെന്ന് ആർക്കറിയാ അച്ഛാ. വേറെ ചോറെടുക്കട്ടെ? അയ്യോ വേണ്ട, അല്ലെങ്കിൽ തന്നെ ഞാൻ എണീക്കാൻ തുടങ്ങായിരുന്നു. അയ്യോ വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഒരു ചെറിയ ചടങ്ങ് കൂടെ ഇവിടെ ബാക്കിയുണ്ട്. കേട്ടോ അച്ഛാ, അച്ഛനോട് ചോദിക്കാതെ ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് രവിയേട്ടന്. എനിക്കറിയാം എന്റെ അച്ഛൻ അത് സാധിച്ചു തരുമെന്ന്. രവിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ സാധിച്ചു തരും. എന്റെ മരുമകനല്ലേ രവി. പക്ഷേ സംഗതി വേണ്ടത് മനസ്സിജനാ. ഒരു പുത്തൻ കാറ്, അതും വലുത് വേണം. ടാക്സി ഓടാൻ പറ്റിയത്. അച്ഛനെ കൊണ്ട് വാങ്ങി നൽകാമെന്ന് ഞാൻ വാക്കുകൊടുത്തു പോയി. വാങ്ങിച്ചു തരില്ലേ അച്ഛൻ? തരാം. ഓ എന്റെ പരുത്തിക്കാവിലമ്മേ, എല്ലാം നിന്റെ അനുഗ്രഹം.
എന്നാ ഞാനങ്ങോട്ട്. ആ ഈ അച്ഛന്റെ ഒരു കാര്യം അതും മറന്നു. ദേ അച്ഛൻ മിഴുങ്ങസിയാന്ന് നിൽക്കുന്നു. എന്റെ അച്ഛ മനസ്സുജനെയും കുട്ടിമണിയും വിരുന്നിനെ വിളിക്കുന്ന കാര്യമാ ഞാൻ പറഞ്ഞത്. മനസ്സുജനെ നേരിട്ട് വന്ന് ക്ഷണിക്കണമെന്ന് അച്ഛനല്ലായിരുന്നു നിർബന്ധം. എന്നിട്ട് മറന്നിരിക്കുന്നു എന്റെ പാവം മണ്ടൻ അച്ഛൻ. അയ്യോടാ അച്ഛന്റെ നാണിച്ചു നിൽക്കുന്നു. ചെല്ല് ചെന്ന് ക്ഷണിക്കച്ച. ഞാൻ ക്ഷണിക്കുക കുട്ടിമണിയെ എന്റെ വീട്ടിലേക്ക് വിരുന്നിന്. അച്ഛാ അച്ഛൻ മനസ്സുജനെ ക്ഷണിച്ചില്ല കേട്ടോ. മനസ്സ് ജനയെ ക്ഷണിച്ചിരിക്കുന്നു. പോരെ പോട്ടെ രവി. എന്നാ ഞാനങ്ങോട്ട് പോട്ടെ മോളെ.